ഭാഷാഴ്ച ശുശ്രൂഷയിൽ ഹൃദയസ്പർശിയായ ഒരു ശുശ്രൂഷയാണല്ലോ കാലുകഴുകൽ ശുശ്രൂഷ എന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട ഈ ശുശ്രൂഷയ്ക്ക് പലവിധ മാനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ആ ഭാഗം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് യേശുവിൻ്റെ അത്താഴത്തെപ്പറ്റി നാം വായിക്കുന്നത്. മറ്റ് 3 സുവിശേഷങ്ങളിലും ഈ സമയം എടുത്തു പറയുന്ന ഒരു സംഭവം, തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ രാത്രിയിൽ താൻ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഇതെൻ്റെ ശരീരമെന്നും പാനപാത്രമെടുത്ത് വാഴ്ത്തി പുതിയ നിയമത്തിനായി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു എന്നും അരുളി ചെയ്ത ശ്രേഷ്ഠമായ സംഭവമാണ്. എന്നാൽ പരിശുദ്ധ യോഹന്നാൻ ശ്ലീഹ വിശുദ്ധ കുർബാന സ്ഥാപനത്തോട് ബന്ധപ്പെട്ട ആ വാചകങ്ങൾ ഒഴിവാക്കി പകരം ആ അത്താഴവേളയിൽ നടന്ന ശ്രേഷ്ഠമായ മറ്റൊരു സംഭവം വിവരിക്കുകയാണ്. മറ്റു 3 സുവിശേഷകരും ഈ സംഭവത്തെപ്പറ്റി പറയുന്നതേയില്ല. വാസ്തവത്തിൽ ഇവിടെ പറയുന്ന ഈ സംഭവം യേശു ചെയ്ത പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നായി കരുതേണ്ടിയിരിക്കുന്നു. അത്താഴത്തിന് ഇരിക്കുന്ന വേളയിൽ അവരുടെ മധ്യേ താൻ എഴുന്നേറ്റ് നിന്ന് അരയിൽ തൂവാല ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന ശ്രേഷ്ഠമായ സംഭവമാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ചും ശുദ്ധീകരണത്തെപ്പറ്റി പറയുന്ന ഭാഗങ്ങളാണ്. അതിൽ ആദ്യത്തെ ഒരു സംഭവമായി ശിഷ്യന്മാരുടെ കാല് കഴുകി ഈ സംഭവത്തെ കാണാം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യേ ഉണ്ടായിരുന്ന ദുഷിപ്പുകൾ നിറഞ്ഞ പിശാചു ബാധിച്ച യൂദായെ ഇറങ്ങിപ്പോകുന്നതോടുകൂടി മറ്റൊരു ശുദ്ധീകരണം നടക്കുകയാണ്. വീണ്ടും പിന്നീടുള്ള അധ്യായങ്ങളിൽ യേശുക്രിസ്തു മുന്തിരിവള്ളിയും തന്നെ അനുഗമിക്കുന്നവർ ശാഖകളുമാണ്. ആ മുന്തിരിവള്ളിയിൽ വസിക്കുന്ന ആളുകളുടെ ശ്രേഷ്ഠമായ അവസ്ഥയെപ്പറ്റി പറയുന്നു. വീണ്ടും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതോടുകൂടി അവരിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ശുദ്ധീകരണ കാര്യത്തെപ്പറ്റി പറയുകയാണ്. 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ സത്യത്താലും ആത്മാവിനാലും തന്നെ അനുഗമിക്കുന്ന ആളുകളെ ശുദ്ധീകരിക്കണമെന്ന് അവരെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നതും നാം വായിക്കുന്നു. ഈ അത്താഴവേളയുടെ നടുവിൽ നടക്കുന്ന ഈ സംഭവം മനുഷ്യ ചരിത്രത്തിൽ വളരെയധികം ശ്രേഷ്ഠമായ ഒന്നാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. 1-2 മാനങ്ങൾ മാത്രം എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഇവിടെ യേശുതമ്പുരാൻ തികഞ്ഞ ഒരധ്യാപകനായി പ്രവർത്തിക്കുകയാണ്. 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവ് എന്നും പറയുന്നുവല്ലോ, ഞാൻ ഈ ചെയ്തതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിച്ച് താൻ ചെയ്ത ഈ പ്രവർത്തനത്തിൻ്റെ ആഴമായ അർത്ഥം അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഉദാഹരണങ്ങൾ നിരത്തി വയ്ക്കുക പതിവാണ്. ആധുനിക കാലത്ത് അതിനായി ധാരാളം സഹായ പദ്ധതികളുമുണ്ട്. ഇലക്ട്രോണിക് മീഡിയയുണ്ട്, പവർ പോയിൻ്റ് പ്രസൻറ്റേഷനുണ്ട്. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ യേശു പ്രകൃതിയിൽ നിന്നുള്ള ഉദാഹരണങ്ങളും മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന സംഭവങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. വയലിലെ താമരയെ കാണിച്ചു കൊടുത്തുകൊണ്ടും അതുപോലെ കൊയ്ത്തുകാലത്തിന് അടുത്ത ഗോതമ്പ് മണിയെ കാണിച്ചുകൊണ്ടും ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയെ എടുത്തുയർത്തി പിടിച്ചുകൊണ്ട് ആ കുട്ടിയുടെ ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ടും ഒക്കെ തികഞ്ഞ അധ്യാപകനായി പ്രവർത്തിക്കുന്ന യേശുതമ്പുരാൻ
ഇവിടെ മറ്റൊരു അധ്യാപന വേളയിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എന്നെ ഗുരുവെന്ന് വിളിക്കുന്നുവല്ലോ, എന്നാൽ ഞാൻ ഈ ചെയ്തതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ എന്ന്. ഉദാഹരണ സഹിതം ഒരു പ്രവൃത്തി പരിചയ രീതിയിൽ തന്നെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യേശു അവരെ പഠിപ്പിക്കുകയാണ്. അവരുടെ ഇടയിൽ അതിന് തൊട്ട് മുൻപുണ്ടായ തർക്കങ്ങളിൽ ഒന്ന് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതാണ്. ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കുവാനുള്ള വലിയ ഉത്സാഹം, വലിയ ആഗ്രഹമുള്ള ചെറുപ്പക്കാർ അവരുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഈ തർക്കങ്ങളൊക്കെ അത്ര വലിയ ഗൗരവമായ തർക്കമായി തീർന്നില്ല എങ്കിലും ഇവരുടെയൊക്കെ മനസ്സിൽ അധികാരത്തിൻ്റെ, സ്ഥാനത്തിൻ്റെ, മുൻഗണനയുടെ ആത്മാക്കൾ പ്രവർത്തിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ യേശു തമ്പുരാൻ അവരുടെ മധ്യേ ഒരു ശുശ്രൂഷകനെ പോലെ പ്രവർത്തിക്കുകയാണ്. യേശു ചോദിക്കുന്നു, ആരാണ് പ്രധാനിയായിട്ടുള്ളയാൾ? ഭക്ഷണത്തിന് ഇരിക്കുന്ന ആളാണോ അതോ സേവകനായ ആളാണോ? യേശു ഇവിടെ ഒരു സേവകൻ്റെ റോളിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ താൻ കാൽ കഴുകിയ കൂട്ടത്തിൽ തന്നെ ഒറ്റിക്കൊടുത്ത യൂദായും ഉണ്ടായിരുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞ യേശു തമ്പുരാൻ ആ അത്താഴ മധ്യേ തന്നെയാണ് തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന യൂദായുടെ കാൽ കഴുകിയത്. അത്തരത്തിൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തെ ഭേദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ കഴുകലാണ് യേശു തമ്പുരാൻ ഇവിടെ നിർവഹിക്കുന്നത് എന്നുള്ളത് നാം പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അത് വിനയത്തിൻ്റെ പാഠമാണ്, അത് സ്നേഹത്തിൻ്റെ പാഠമാണ്, അത് താഴ്മയുടെ പാഠമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകൾ ആഗ്രഹിക്കുന്നവർ ഒടുക്കത്തെ സീറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞ യേശുവിൻ്റെ ആശയത്തിൻ്റെ ഒരു പ്രദർശനം കൂടിയാണ് ഇവിടെ നാം കാണുന്നത്. ഇന്ന് സ്നേഹത്തെപ്പറ്റി ഒക്കെ നാം ഒത്തിരി പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നെങ്കിൽ ഉദാഹരണങ്ങൾ കുറഞ്ഞു പോകുകയാണ്. ജനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് ഉദാഹരണങ്ങളാണ്. ജനങ്ങൾക്ക് വേണ്ടത് മാതൃകാ പുരുഷന്മാരാണ്. ഗ്രന്ഥങ്ങളെക്കാൾ ഉപരി, പ്രഭാഷണങ്ങളെക്കാൾ ഉപരി, തർക്കങ്ങളെക്കാൾ ഉപരി ഉദാഹരണങ്ങൾ, ജീവിക്കുന്ന മനുഷ്യരെയാണ് ഈ സമൂഹം നോക്കിക്കാണുന്നത് എന്നുള്ളത് യേശുവും തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഈ ഒരു വലിയ പാഠം ശിഷ്യന്മാർക്ക് മാത്രമല്ല, 21 നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യജാതിക്ക് മുഴുവൻ താഴ്മയുടെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആദ്യ പാഠങ്ങൾ പഠിക്കാനുള്ള വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്, അതിലും ശ്രേഷ്ഠമായ ഒരാശയം ഇതിൽ നിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, തൻ്റെ മനുഷ്യാവതാര രഹസ്യം ഈ ശുശ്രൂഷയിലൂടെ യേശു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ അരുളി ചെയ്യുന്നുണ്ടല്ലോ, താൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്തു എന്നാണ് പറയുന്നത്. ഹി ടുക്ക് ദ ഫോം ഓഫ് എ സെർവൻ, ഹി ടുക്ക് ദ ഫോം ഓഫ് എ ഡീക്കൻ എന്നാണ് പറയുന്നത്. ഒരു ശുശ്രൂഷകൻ്റെ, ഒരു വേലക്കാരൻ്റെ സ്ഥാനമാണ് യേശു എടുക്കുന്നത്. യഹൂദ പാരമ്പര്യം അനുസരിച്ച് അന്ന് ആളുകൾ ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ശുദ്ധീകരണത്തിനായുള്ള കാര്യങ്ങളൊക്കെയും അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണത്തെ പറ്റി വായിക്കുമ്പോൾ 6 കൽപ്പാത്രങ്ങൾ വെള്ളം നിറച്ച് വെച്ച കാര്യം നമുക്കറിയാം. ആളുകൾ ഒരു കാർഷിക മേഖലയിൽ നിന്ന്, സാധാരണ ഗ്രാമപ്രദേശത്തിൽ നിന്ന് വരുന്ന ആളുകൾ കാലിൽ പറ്റിയ പൊടിയും മണ്ണും ചെളിയും വിയർപ്പും ഒക്കെ കഴുകിക്കളഞ്ഞ് ഭവനത്തിലേക്ക് പ്രവേശിക്കുക സ്വാഭാവികമായിരുന്നു. എന്നാൽ അതിന് ഒന്നുകിൽ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ യഹൂദനല്ലാത്ത ഒരു വിജാതീയനായ ദാസനെ അതിനായി ക്രമീകരിക്കുക എന്നതിലുപരിയായി ആതിഥേയൻ തന്നെ അതിഥികളെ കഴുകുന്ന ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമേ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നുള്ളൂ. അതിലേറ്റവും ശ്രേഷ്ഠമായത് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ നാം കാണുന്ന അബ്രഹാം ദൈവദൂതന്മാരെ സ്വീകരിച്ച ചടങ്ങാണ്. അവിടെയും നാം കാണുന്നു, അബ്രഹാം പാത്രത്തിൽ വെള്ളമെടുത്ത് ആ 3 അതിഥികളുടെ കാലുകൾ കഴുകി അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. അത്തരം ഉദാഹരണങ്ങൾ ഒന്നിലധികം തവണ ഉൽപ്പത്തി പുസ്തകത്തിലും മറ്റു പുസ്തകങ്ങളിലും കാണാം.
ശമൂവേൽ ദീർഘദർശിയുടെ 1-ാം പുസ്തകത്തിൽ 25-ാം അധ്യായത്തിൽ അബീഗയിലിൻ്റെ വീട്ടിലേക്ക് വന്ന ദാവീദിൻ്റെ പാദങ്ങൾ കഴുകുന്ന ആ പ്രവർത്തനം നാം കാണുന്നുണ്ട്. എലിയാസറും ഇസ്ഹാക്കും കൂടെ ലാബാന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ സഹോദരിയായ റിബേക്കയെ വധുവായി സ്വീകരിക്കുവാൻ കടന്നു വന്ന ഇസ്ഹാക്കിനോടൊപ്പം ഉണ്ടായിരുന്ന എലിയാസറിൻ്റെ കാൽ കഴുകുന്ന സംഭവവും നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശുദ്ധീകരണത്തിൻ്റെ ഒരു മേഖലയിൽ ഒരു സാധാരണ സംഭവമായി നടന്നതാണെങ്കിൽ അത്താഴം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയൊരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെ വിരളമായ ഒന്നായിരുന്നു. അതിന് വലിയ ഉദാഹരണങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ ലഭിക്കുന്നില്ല. വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. അത് പാപിനിയായ സ്ത്രീയുടെ കാലുകഴുകലാണ്. യേശു ശിമയോൻ എന്ന് പറയുന്ന കുഷ്ഠരോഗിയുടെ വീട്ടിൽ അത്താഴത്തിനിരിക്കുമ്പോൾ തൻ്റെ അടുക്കൽ വന്ന ഒരു സ്ത്രീയെ വിലയേറിയ തൈലം കൊണ്ട് അവൻ്റെ തലയിൽ അഭിഷേകം ചെയ്തു എന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായും മർക്കോസ് എവങ്കലിസ്തനും പറയുമ്പോൾ ലൂക്കോസ് എവങ്കലിസ്തൻ എടുത്തു പറയുകയാണ്, അവിടെ യേശുവിൻ്റെ കാൽ ആ സ്ത്രീ കഴുകുന്നു. അത് തൻ്റെ കണ്ണുനീരുകൊണ്ടാണ്. തൻ്റെ പാപങ്ങൾ പരിഹരിക്കുവാൻ തക്കവണ്ണം വലിയ ഗുരുവായ പാപപരിഹാരകനായ യേശുവിൻ്റെ പാദത്തിലിരുന്ന് വിലപിച്ച് പശ്ചാത്തപിച്ച് ഏങ്ങലടിച്ച് നിലവിളിച്ച ആ സ്ത്രീയുടെ കണ്ണുനീരുകൊണ്ട് യേശുവിൻ്റെ പാദങ്ങൾ കഴുകിയിട്ട് വിലയേറിയ തൈലം കൊണ്ട് ആ പാദങ്ങൾ പൂശുകയാണ്. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലും 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അല്പം ചില വ്യത്യാസങ്ങളോടെ ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ഈ സംഭവം നടക്കുന്നത് ബേഥാനിയയിലെ ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷമുള്ള സംഭവമായിട്ടാണ്. ബേഥാനിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കാലിൽ ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ലാസറിൻ്റെ സഹോദരിയായ മറിയയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലുകഴുകൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പാപിനിയായ സ്ത്രീ തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് പാപപരിഹാരത്തിൻ്റെ ഒരു കാലുകഴുകൽ അവിടെ നടത്തുകയാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഈ അത്താഴ മധ്യത്തിൽ യേശു നടത്തുന്ന ഈ കാലുകഴുകലിന് തൻ്റെ മനുഷ്യാവതാര രഹസ്യവുമായി വലിയ ആഴമായ ബന്ധമാണുള്ളത്. ദാസവേഷമെടുത്ത് നമ്മിൽ ഒരുവനെ പോലെ ജീവിച്ച് കുരിശിലെ മരണത്തോളം തന്നെ താഴ്ത്തിയ യേശു ക്രിസ്തുവിൻ്റെ ആ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം ഈ ഉദാഹരണത്തിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ നാം ഒന്ന് നോക്കിയാൽ ദൈവപുത്രൻ മനുഷ്യപുത്രനാകുവാൻ തിരഞ്ഞെടുത്ത സമയം നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു സമയമാണ്. അന്ന് യഹൂദ മതത്തിൽ കാര്യമായ കുഴപ്പങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ മതപരമായ ചടങ്ങുകൾ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ദേവാലയം അതിമനോഹരമായി ഉയർന്നു വരുന്നു. ഹെറഡ് ദ ഗ്രേറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ 46 വർഷമായി തുടർന്നു വരുന്ന യെരൂശലേം ദേവാലയത്തിൻ്റെ പണി യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണ് പറയുന്നത്. 46 വർഷമായി ഈ ദേവാലയത്തിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അതിമനോഹരമായ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ദേവാലയമാണ് ഒരു സഭയുടെ ഒരു മതത്തിൻ്റെ പ്രതീകമെങ്കിൽ യഹൂദ മതത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതിശ്രേഷ്ഠരായ ദൈവശാസ്ത്രജ്ഞന്മാർ ഉണ്ടായിരുന്നു അവിടെ. റബ്ബിമാരായ ഹില്ലേലും ഷമ്മായിയും ഗമാലിയേലും ഒക്കെ ജീവിച്ച ഒരു കാലഘട്ടം. വളരെ ഭംഗിയായി തിരുവചനത്തെ വ്യാഖ്യാനിക്കുന്ന ദൈവശാസ്ത്രത്തെ അപഗ്രഥിക്കുന്ന വലിയ ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു. അനുഷ്ഠാനങ്ങൾക്ക് കുറവില്ല, യാമപ്രാർത്ഥനകൾക്ക് കുറവില്ല, കാനൂനുകൾക്ക് കുറവില്ല, എക്കാലങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഹൂദ മതത്തിന് യാതൊരു കുഴപ്പവുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്യുന്നത്. നാം ഇപ്പോഴ് നമ്മുടെ സഭയെപ്പറ്റി മതത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അളവുകോലുകളായി നാം വയ്ക്കുന്നത് നമ്മുടെ ദേവാലയങ്ങളുടെ മനോഹാരിതയും നമ്മുടെ അനുഷ്ഠാനങ്ങളുടെ ശ്രേഷ്ഠതയും നമ്മളുടെ കാനൂനുകളുടെ ബലവും ഒക്കെയാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ യഹൂദ മതം വളരെ ഭംഗിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതാരം ചെയ്യുവാൻ തിരഞ്ഞെടുത്തത്. കാരണം ആ മതത്തിന് ദൈവവുമായി ബന്ധമില്ലായിരുന്നു, ആ മതത്തിൽ ആത്മീയതയില്ലായിരുന്നു, ആ അനുഷ്ഠാനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നില്ല. അതൊക്കെ തികച്ചും ബാഹ്യമായതും പ്രകടനപരവും
അതുപോലെ തന്നെ മനുഷ്യനെ കബളിപ്പിക്കുന്നതുമായി മാറിയപ്പോഴാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി അവതാരം ചെയ്തത്. മതം മനുഷ്യനെ അടിച്ചമർത്തുന്ന കാനൂനുകളുടെ ബലത്തിൽ, അനുഷ്ഠാനങ്ങളുടെ ബലത്തിൽ, കൽപ്പനകളുടെ ബലത്തിൽ സാധാരണപ്പെട്ട മനുഷ്യനെ അവഗണിക്കുന്ന ഒരു മതത്തിൻ്റെ കാലഘട്ടത്തിലാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത് എന്ന് നാം ഒരിക്കലും മറക്കരുത്. അതുകൊണ്ട് ഈ കാലുകഴുകൽ ശുശ്രൂഷ കേവലം ഒരു അനുഷ്ഠാനമായി മാത്രം പരിണമിക്കാതെ അതിൻ്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ ക്രൈസ്തവ സഭയും മതങ്ങളുമൊക്കെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതങ്ങളുടെ അർത്ഥം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അഭിഷിക്തരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പുരോഹിതന്മാരുടെ ശ്രേഷ്ഠതയെ വിശ്വസിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് അനുഷ്ഠാനങ്ങളിൽ മാത്രം, കൽപ്പനകളിൽ മാത്രം, പുറമേ കാണുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം ഒരിക്കലും ഒരു സഭയ്ക്ക് നിലനിൽക്കാൻ ഒക്കുകയില്ല. നമുക്കാവശ്യം ആത്മാക്കളോട് സംസാരിക്കുകയാണ്. സഭ ആത്മാക്കളോട് സംസാരിക്കുന്നുണ്ടോ? ആത്മാക്കളെ നേടുന്നുണ്ടോ? നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞല്ലോ, വെള്ളത്താലുള്ള ജനനം മാത്രം പോരാ, അത് യോഹന്നാൻ സ്നാപകൻ മുതൽ ഉണ്ടായിട്ടുള്ളതാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കേണ്ടിയിരിക്കുന്നു, സത്യത്തിലും ആത്മാവിലും ആരാധിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വളരെ കാര്യമായി ഊന്നിപ്പറയുകയാണ്. അതുകൊണ്ട് നമുക്കും ചില ഉദാഹരണങ്ങളൊക്കെയും സമൂഹത്തിൽ കാട്ടിക്കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഈ കാലുകഴുകൽ ശുശ്രൂഷയുടെ ഒരു പാരമ്പര്യം വിശുദ്ധ സഭയിൽ 3-4 നൂറ്റാണ്ടുകൾ മുതലെങ്കിലും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വലിയ പിതാവായ തെർത്തുല്യൻ, അതുപോലെ അലക്സാന്ദ്രിയയിലെ അത്താനാസിയോസ് പറയുന്നു, വന്യരായ അഭിഷിക്തരായ ആളുകൾ പുരോഹിതന്മാരെ വല്ലപ്പോഴുമൊക്കെ വിളിച്ചുകൂട്ടി ഒരുമിച്ച് ഒരു അത്താഴം കഴിക്കുകയും അവരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും പറയുകയാണ്, ആ മഹാപുരോഹിതന് അതിന് എന്തെങ്കിലും അസൗകര്യമുണ്ടെങ്കിൽ കൂട്ടത്തിൽ മുതിർന്ന പുരോഹിതനെ കൊണ്ട് അത് ചെയ്യിക്കുകയും ചെയ്യണം എന്ന് പറയും. സാഹോദര്യത്തിൻ്റെ അടയാളമാണ്, സ്നേഹത്തിൻ്റെ അടയാളമാണ്, താഴ്മയുടെ അടയാളമാണ്, പരസ്പരം ബഹുമാനിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ പറഞ്ഞ കാലുകഴുകൽ എന്ന് പറയുന്നത്. 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സിറിയൻ റൈറ്റർ ഉണ്ട്, സിറിൽ ലോണ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ചില കൈയെഴുത്ത് പ്രതികൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഒരു ജർമ്മൻ സ്കോളർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 3 എണ്ണം ഈ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം മുതൽ 17 വരെയുള്ള അധ്യായങ്ങളെ അധികരിച്ചുള്ളതാണ്. അതിലൊരു കവിത പത്രോസ് ലീഹായുടെ പേരിൽ അദ്ദേഹം പാടുന്ന ഒരു കവിതയായിട്ടാണ്. അവിടെ പത്രോസ് പാടുകയാണ്, സ്വർഗരാജ്യത്തിൽ അഗ്നിക്കണലുകൾ ചവിട്ടുവാൻ നിവൃത്തിയില്ലാതെ അവിടെയുള്ള കാവൽക്കാരൊക്കെ അവരുടെ കാലുകൾ പൊതിഞ്ഞു കെട്ടുകയാണ് വെന്തുപോകാതിരിക്കാൻ. അങ്ങനെയുള്ള അവസ്ഥയിൽ പരിശുദ്ധനായ ദൈവമേ, നീ എൻ്റെ കാലുകളെ നിൻ്റെ കരങ്ങളിൽ വഹിച്ചുവല്ലോ എന്ന് പറഞ്ഞ് പത്രോസ് നിലവിളിക്കുകയാണ്, കരയുകയാണ്. തൻ്റെ എളിമ, തൻ്റെ ലിമിറ്റേഷൻ, തൻ്റെ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വലിയ ഗുരുവായ യേശുവിൻ്റെ മുൻപാകെ തന്നെ സമർപ്പിക്കുന്ന പത്രോസ് വിശ്വാസത്തിൻ്റെ വലിയ ധീരനാണ്. ഇന്നും സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നാം കാട്ടിക്കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ വൈദികരൊക്കെ പ്രസംഗിച്ച വിഷയം തന്നെയായിരിക്കും സൗത്ത് സുഡാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ ഒരു ദിവസം പോയി ചെയ്ത ഒരു കാര്യം. അവിടെ വളരെ കൊല്ലങ്ങളായി വിഘടിച്ചു നിൽക്കുന്ന 2 സമൂഹത്തിൻ്റെ നേതാക്കന്മാർ അവർ 2018 ഒരു സന്ധ്യ സംഭാഷണമൊക്കെ നടത്തി ഒരുമയിലേക്ക് വരികയാണ്. വത്തിക്കാനിൽ ഒരു ധ്യാനത്തിന് വേണ്ടി അവരെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഈ വലിയ വിപ്ലവ നേതാക്കന്മാർ ഇവർ പരസ്പരമുള്ള കലഹം കൊണ്ട് 4 ലക്ഷം മനുഷ്യരാണ് സുഡാനിൽ കൊല്ലപ്പെട്ടത്. ഈ വലിയ കലാപകാരികൾ എന്ന് തന്നെ നമുക്ക് പറയാം. വാസ്തവത്തിൽ അവർ ഒരു പരിശുദ്ധിയുടെ ഒരു പരിവേഷവുമുള്ള ആളുകളല്ല. അവരുടെ മുൻപിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പിട്ട് അവരുടെ കാൽ ചുംബിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്ത് നിങ്ങൾ ഒരുമിക്കുക, എന്നെ ഓർത്ത് നിങ്ങൾ സഹകരിക്കുക, മനുഷ്യന് അവകാശങ്ങൾ നേടി ജീവിക്കുവാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുക. അതൊരു വലിയ ഉദാഹരണമാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള വലുതും ചെറുതുമായ ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിലും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ കാലുകഴുകൽ ശുശ്രൂഷ പെസഹ വ്യാഴാഴ്ചയിലെ ഒരു അനുഷ്ഠാനമായി മാത്രം പരിണമിക്കാതെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും താഴ്മയുടെയും ഉദാഹരണങ്ങൾ ലോകത്തിന് കാട്ടിക്കൊടുക്കുവാൻ തക്കവണ്ണം
പുരോഹിതരായ ബലഹീനരായ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കും വിശ്വാസികളായ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.